ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ നെക്സ്റ്റ് വ്ലോഗ്. വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു യാത്ര പോവാ. ഒരു യാത്ര പോകുന്നൊരു വ്ലോഗാണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നത് കാരണം മഴയായിരുന്നു, ഭയങ്കര മഴയാണ്. 2 ദിവസം കൊണ്ട് നല്ല മഴയാണ്. അപ്പം വീട്ടിൽ വെച്ച് എടുക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. പെട്ടെന്ന് വണ്ടി കിട്ടി നേരെ വന്നു. അപ്പം ബസ്സിൽ കയറി നമ്മളിപ്പം വീഡിയോ എടുക്കുന്നു. ഇപ്പം കുറച്ച് മഴയൊക്കെ കുറവുണ്ട്. അപ്പം നമ്മള് അങ്ങോട്ട് സ്ഥലം വരെ പോവാണ്. അവിടെ ചെന്നിട്ട് ഞങ്ങളും ഇങ്ങനെ കാത്തിരിക്കുക, നിങ്ങളും അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് കാണുക. മനസ്സിലാവുക. അപ്പൊ ഞങ്ങള് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. കമന്റ് ചെയ്യണേ, കാരണം ഇത് ചൂട് വാങ്ങി തന്ന കമ്മലാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട കമ്മലാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ട്രാവൽ വ്ലോഗ് അല്ലേ, ഫസ്റ്റ് ട്രാവൽ വ്ലോഗാണ്. അപ്പൊ ഫുൾ കാണുക. ഓക്കെ, അപ്പൊ ബാക്കി അങ്ങോട്ട് ചെല്ലുമ്പോ അങ്ങോട്ട് പോകുന്ന ബാക്കി കാണാം. ഓക്കെ, അപ്പൊ ഗൈസ് ഞങ്ങൾ രണ്ടുപേരും അല്ല ഇന്ന് യാത്ര പോകുന്നത്. ഞങ്ങളുടെ ഒരാളൂടെ ഉണ്ട്. ആ വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഗൈസ് ഞങ്ങളിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഗൈസ്, കൈയൊക്കെ പിടിച്ച് ഒരുമിച്ച് ബസ്സിലൊക്കെ ഇരുന്ന് പോകണമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഉള്ള ഭാഗ്യമില്ലായിരുന്നു. ഇപ്പോഴാണ് അത് സെറ്റായത്. അപ്പം നമ്മളതങ്ങ് ആ ആഗ്രഹം അങ്ങ് സാധിച്ചു. ഒരുമിച്ചൊരു യാത്രയാണ് ഗൈസ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞങ്ങൾ ആഗ്രഹിച്ച ഒരു യാത്ര പോവുകയാണ്. ഗൈസ് പൊന്നു ബസ്സിൽ കയറിയപ്പോഴേ ഉറങ്ങാനുള്ള പ്ലാനിലാണ് ഗൈസ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചിങ്ങനെ പോവുകയാണ് ഗൈസ്. പിന്നെ ഇതാണ് ഞാനും പൊന്നും പഠിച്ച സ്കൂള്. അപ്പോൾ എല്ലാവരും സ്കൂള് കണ്ടോ. ഞാനും പൊന്നും 1 മുതൽ 10 വരെ പഠിച്ച സ്കൂളാണ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി. ഒരു മിറർ കണ്ടപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് എടുത്തു. ഇതാണ് ഗൈസ് ഞങ്ങൾ പറഞ്ഞ ആള്, ഞങ്ങളുടെ അമ്മയും പൊന്നും കഴിക്കാനുള്ള തിരക്കിലാണ് ഗൈസ്. പൊന്നും ഇങ്ങനെ എന്താ വരാത്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. എന്നിട്ട് എന്നോട് എന്തൊക്കെയോ പറയും. അമ്മ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഹായൊക്കെ തരുന്നുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, അമ്മയും പൊന്നും കൂടെ ഭയങ്കര എന്തോ ഡീപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫുഡിനെ പറ്റിയാണെന്ന് തോന്നുന്നു. എന്നെ മൈൻഡ് പോലും ആക്കുന്നില്ല രണ്ടുപേരും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇടയ്ക്ക് പൊന്നു എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പൊന്നു ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇപ്പം ഇടയ്ക്ക് നോക്കി എപ്പോഴോ സമയം കിട്ടുമ്പോൾ നോക്കും. എന്തോ പറഞ്ഞിട്ട് പിന്നെയും അവരെന്തൊക്കെയോ പറഞ്ഞ് ഇരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പവും മുട്ടക്കറിയായിരുന്നു. പിന്നെ കുറച്ച് സാമ്പാറും കിട്ടി. ഞാൻ പൊറോട്ടയും, അമ്മ പൊറോട്ട, ഞാൻ അപ്പം. ഓക്കെ, ഞങ്ങളത് കഴിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ കൈവിട്ട് നേരെ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇവനാണെങ്കിൽ പിന്നെയും ക്യാമറയും ഒക്കെ പിടിച്ചോണ്ട് വരും. മനസ്സമാധാനത്തിൽ കൈ എഴുതാൻ പോലും സമ്മതിക്കുന്നില്ല ഇവൻ. ഗൈസ് വീഡിയോക്ക് ലെങ്ത് വേണ്ട ഗൈസ്, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങുള്ളൂ ഗൈസ്. അമ്മയും വന്ന് ഗൈസ്, അമ്മയും വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അമ്മയും വന്ന് പിന്നെ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ? ഒരു ലൈക്ക് ഇട്ടാരേ, ഒരു സബ് ഇട്ടാരേ, ലൈക്ക് ഇട്ടാരേ, ഷെയർ ചെയ്തേരേ. പിന്നെ മഴയായിരുന്നു ഗൈസ്. അപ്പം കുടയൊക്കെ പിടിച്ച് ഞങ്ങളിങ്ങനെ നടക്കുവാണ് ഗൈസ്. ചോടിൻ്റെ മുഖം കിട്ടിയില്ല അതിനകത്ത്, എന്നെ മാത്രമേ കിട്ടിയോളൂ. എന്നാലും എൻ്റെ മുഖം ഉണ്ടല്ലോ ഭാഗ്യം. നമ്മളങ്ങനെ അടുത്ത ബസ്സിൽ കയറി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചിലർക്കൊക്കെ മനസ്സിലായി കാണും ഇതെങ്ങോട്ടാണ് പോകുന്നത് ഈ സ്ഥലം കാണുമ്പോൾ. നമ്മളിപ്പം അവിടെ എത്താറായി, ഇനി കുറച്ചുകൂടെ ഉള്ളു പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, പൊന്നു ഇങ്ങനെ ഉറക്കം വന്ന് എൻ്റെ തോളിലിങ്ങനെ ചാരി കിടക്കുവാണ്. ഞാൻ ഇപ്പോൾ ഉറങ്ങിച്ചാവും ഗൈസ്. ഒരു ഉറക്കം കഴിഞ്ഞ് എണ്ണീറ്റതേ ഉള്ളൂ ഞാൻ. അപ്പോഴത്തേക്ക് ഇവിടെ ഈ ചെക്ക് പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, ഇതൊരു ഫോറസ്റ്റിലേക്കുള്ളൊരു ചെക്ക് പോസ്റ്റാണ്. അപ്പം മിക്കവർക്കും മനസ്സിലായി കാണും, ഇവിടെ പോയിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായി കാണും നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന്. ആനയൊക്കെ ഇറങ്ങുന്ന വഴിയാണ്. പോകുന്ന വഴിക്കൊരു
അമ്പലമൊക്കെ ഉണ്ട്. ശിവനമ്പലം അല്ലേ പൊന്നു ഇത്? ആ ശിവനമ്പലമാണിത്. അവിടെ കുറെ പശുവിനെയൊക്കെ ഉണ്ട്. പശു, കാള. അപ്പോൾ ഗൈസ് നമ്മൾ അവസാനം സ്പോട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വേറെ എവിടെയല്ല, കല്ലേലി അമ്പലത്തിലാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ട് കാണിക്കാം. പിന്നെ അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വരാൻ വേണ്ടി ഇരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ചേച്ചി വന്നപ്പോഴൊക്കെ ഞങ്ങൾ നമുക്കിവിടെ പോകണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ആഗ്രഹം സഫലമായി. നമ്മൾ അമ്പലത്തിൽ വന്ന് ചേർന്നിട്ട് ഒരുമിച്ച് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തിച്ചേർന്നു. ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് വരുന്നത്. ഹെയർ കളർ ചെയ്ത് എങ്ങനെയുണ്ട് ഗൈസ്? അങ്ങനെ നമ്മള് ഇത് സ്റ്റെപ്പാണ്, ഇതിന്റെ പടികള് ശംഖിന്റെ പടികൾ വെച്ചിട്ടുള്ള ഇതാണ്. ശംഖിന്റെ ആ ഒരു സ്ട്രക്ചർ സൂപ്പർ സംഭവം. നല്ലൊരു ക്ലൈമറ്റ് ആണ്, അറ്റ്മോസ്ഫിയർ പൊളിയാണ് ഗൈസ്. പിന്നെ മഴയൊക്കെ നല്ല രീതിക്കുണ്ട്. നമ്മൾ അകത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം അവിടെയൊക്കെ നല്ല മഴയായിരുന്നു. മഴയായി അങ്ങോട്ട് തോന്നതേ ഉള്ളായിരുന്നു. അപ്പം നല്ല തിരക്കുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം പിന്നെ അവിടെ നമ്മള് എല്ലാം ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ വരുവാണ്. അപ്പൊ ഇങ്ങനെ കുറെ ഉണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് അവിടുന്ന് വരാൻ വേണ്ടിട്ട് കുറെ ഇങ്ങനെ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കഞ്ഞി കൊടുക്കുന്ന സ്ഥലമാണ്. പോയവർക്കൊക്കെ അറിയാം. പോവാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഉച്ചക്ക് കഞ്ഞിയൊക്കെ കൊടുക്കുന്നുണ്ട്. നൈസാണ്, നല്ലൊരു വൈബുള്ള സ്ഥലം, പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു പ്ലേസ് ആണ്. പിന്നെ അങ്ങനെ അമ്മയാണെങ്കിൽ കുറച്ച് ചരടൊക്കെ പൂജിച്ചോണ്ട് വന്നായിരുന്നു, ചോട്ടൂനും. അങ്ങനെ ഞങ്ങള് കുറിയൊക്കെ തൊട്ട് കുറച്ചു നേരം എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നീട് ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ വെച്ചെടുത്തു. ഇങ്ങനെ അമ്മ ഉണ്ടായിരുന്നല്ലോ, അപ്പം അമ്മയുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അമ്മ ചരട് തരുവാണ്, ചോട്ടൂന് കെട്ടിക്കൊടുക്കുക എന്നോട് പറയുവാണ്. അപ്പം എനിക്ക് കെട്ടിത്തന്നത് അമ്മയായിരുന്നു, ചോട്ടൂന് കെട്ടിക്കൊടുത്തത് ഞാനും. അങ്ങനെ ചരടൊക്കെ കെട്ടുവാണ്. ചരട് അഴിയാതിരിക്കാൻ വേണ്ടി ഞാൻ നല്ല ടൈറ്റിന് കെട്ടുകയാണ് ഗൈസ്. എൻ്റെ കൈയാണെങ്കിൽ പിടിച്ച് മുറുക്കി വെച്ചത് അഴിയാതിരിക്കണ്ടേ, അതിനുവേണ്ടി നല്ല ടൈറ്റിൽ കെട്ടി വെക്കുക. അങ്ങനെ ഇതാണ് അച്ചൻകോവിൽ വഴി ഒഴുകി വരുന്ന ആറാണിത്. ഒരാറാണ്. ഇവിടെ ഇറക്കി വിടൂല, കാരണം നല്ല വെള്ളം, മഴയൊക്കെ ആയിട്ട് നല്ല വെള്ളം കയറി കിടക്കുവാണ്. ഇറങ്ങി വന്നില്ല, അവിടെ നിൽക്കുമായിരുന്നു. എനിക്കെങ്കിൽ പേടിയായതുകൊണ്ട് ഞാൻ അവിടെ നിന്നു. പിന്നെ നമ്മൾ നേരെ കഞ്ഞി കുടിക്കാൻ പോയി. അവിടെ അന്നദാനം ഇല്ലയോ, അവിടെ പോയിട്ടുള്ളവർക്കെല്ലാം ഈ കഞ്ഞി കുടിച്ചിട്ട് അവരെല്ലാം തിരിച്ചു വരത്തുള്ളൂ അല്ലേ. അവിടുത്തെ ഈ അമ്പലത്തിലെ പ്രസാദം എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മളെ മനസ്സിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കഴിക്കാൻ വേണ്ടി പോയി. കഞ്ഞിയും പയറും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അമ്മ തൊട്ടടുത്ത് ഇരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞു. അതും കഴിഞ്ഞ് അങ്ങനെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു ഗൈസ് ഇവിടെ. അങ്ങനെ കുറച്ചു നേരം കൈകൊട്ടിക്കളിയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. അവർ നല്ല കമ്പനിയാണ്, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത്, നല്ല മിങ്കിളായിരുന്നു ഇല്ലേ. ഞങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അടിപൊളി കൈകൊട്ടിക്കളിയായിരുന്നു. ഞങ്ങളുടെ ആഗ്രഹം സാധ്യമായി. ഞങ്ങൾ അമ്പലത്തിൽ വന്ന് തിരിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണ്, തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന്. ഞങ്ങൾ സ്നേഹിച്ച സമയത്ത് ഞങ്ങളിങ്ങനെ ഡിസൈഡ് ചെയ്ത കാര്യം ഞങ്ങൾ ഇവിടെ വരണമെന്ന്. അപ്പോൾ അതിൻ്റെ സാധ്യമായി. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ അമ്പലത്തിൽ അടിപൊളിയായിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ച് വിശേഷം സൂപ്പറായിരുന്നു. ഓക്കെ ഗൈസ്, 2 പട്ടിക്കുട്ടന്മാരെ കണ്ടു ഗൈസ്. അമ്മമാര് പേടിച്ച് ഓടുവോ. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ അടിപൊളി വൈബൊക്കെ, നല്ല നേച്ചറൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളപ്പോൾ തൊഴുത് ഇറങ്ങിക്കാണ്. ഇവിടെ മൊത്തത്തിൽ അറ്റ്മോസ്ഫിയർ ഒക്കെ സൂപ്പറാണ്, അടിപൊളി ഒരു വൈബൊക്കെയാണ്. നല്ല ക്ലൈമറ്റ്, മഴയാണ്.
ഇപ്പൊ ഒന്ന് മഴ തോന്നുന്നു. ഇവിടെ ഫുള്ള് കാട് പോലൊക്കെ ഞങ്ങള് ചുറ്റും. അല്ല ഞങ്ങളിപ്പം ഇവിടെ സ്നേഹിച്ചാണോ സമയത്ത് ഞങ്ങള് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വരണമെന്നൊക്കെ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. ഞാനും എല്ലാം ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ സ്നേഹിച്ചോണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ വരണം. കാരണം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾക്ക് ഇവിടെ വരേണ്ടി വന്നായിരുന്നു മുമ്പ്. ഞങ്ങൾ ഒരുമിച്ചിട്ട് ഇവിടെ വരണമെന്നൊക്കെ ആഗ്രഹിച്ചായിരുന്നു. അപ്പൊ അതിപ്പോ ഞങ്ങക്ക് ഒത്തിരി സാധ്യമായി. അതിപ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നത്. ഞങ്ങളുടെ ആഗ്രഹം സെറ്റായി. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ചവരെ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റി. അപ്പം നമ്മളിനി നേരെ ഇനി വീട്ടിലോട്ട് പോകണം. ഇനി വീട്ടിൽ ചെന്ന് ബാക്കി കാര്യങ്ങളില്ലേ. ഓക്കെ ബൈ. ഞാൻ നടത്തില്ല, എനിക്ക് ചോട്ട് വേണം. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഗൈസ്. ഓക്കെ ബൈ ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ കല്ലലിക്കാവിൽ പോയിട്ട് വീട്ടിൽ വന്ന് ഗൈസ് നമ്മൾ ടയേർഡായിരിക്കുകയാണ് ഗൈസ്. ഫുൾ യാത്രയായിരുന്നു. അപ്പം നമ്മുടെ ഒരു ആഗ്രഹം സഫലമായി. അപ്പം നമ്മൾ ഇതോടെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇതോടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് മസ്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ മാക്സിമം ഷെയറും ചെയ്യുക. ഓക്കെ ഓക്കെ, ഷെയറൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ എന്നാൽ ലവ് യു ഗൈസ് ബേബി. ബൈ ബൈ.